ദേ ഈ ആകാശമൊക്കെ നോക്കി എന്ത് ഭംഗിയല്ലേ. പക്ഷേ ഈ കാണുന്ന ഒരു ഭംഗി മാത്രമേ ഉള്ളൂ യൂറോപ്പിന്. തിന്നാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ മടിയായിട്ടിരിക്കുമ്പോൾ ദേ നമ്മൾ വല്ല യൂട്യൂബോ ഒക്കെ നോക്കി നമുക്കൊരു കൊതി വന്നിരിക്കുന്ന സമയത്ത് നമ്മളിത് തുറന്നിരുന്നാൽ പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചാലോ. നമുക്കങ്ങനെ കഴിക്കാൻ പാകത്തിന് ഇവിടെ നല്ല റെസ്റ്റോറൻറ്റുകൾ പോലും ഇല്ല. അപ്പം നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പം പലർക്കും നമ്മൾ അത്രയ്ക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ നല്ലോണം കഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ നാട്ടിൽ നിന്ന് പോന്നപ്പം വാങ്ങിക്കൊണ്ട് വന്നൊരു ഐറ്റം ഉണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ദേ ഇതാണ് സംഭവം. ടേസ്റ്റി നിബിൾസിൻ്റെ ഈ ബ്രാൻഡ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡായിരിക്കും ഇപ്പം. സോ അവരുടെ ബഫല്ലോ മീറ്റ് പോത്തിറച്ചി ബിരിയാണിയാണ്. സോ ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു സെക്കൻഡ് ഓപ്ഷൻ നോക്കാതെ വാങ്ങിച്ചാൽ ഇതിന് നാട്ടിൽ റേറ്റ് വരുന്നത് 290 രൂപയാണ് വരുന്നത്. പക്ഷേ അത് ഒരു ബിരിയാണിക്ക് നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ ഒരു സംബന്ധിച്ചിടത്തോളം ഒരു ബിരിയാണിക്ക് നല്ല റേറ്റാണ്. ഒരിക്കലും ഞാൻ നാട്ടിലുള്ള ഒരാളിനോടും ഇത് വാങ്ങിച്ച് ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ ഇതിലും നല്ല ബിരിയാണി നമുക്ക് 100-150 രൂപ എടുത്തു കഴിഞ്ഞാൽ നല്ല ബിരിയാണി കിട്ടും. പക്ഷേ ഇവിടെ അത് കിട്ടില്ല. ഇവിടെ എനിക്കൊരു ബിരിയാണി മേടിക്കണമെങ്കിൽ തന്നെയും എങ്ങനെ പോയാലും ഒരു 20 യൂറോ കുറഞ്ഞത് വേണം. ഞാനൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ പോയി മേടിക്കുകയാണെങ്കിലോ മലയാളി കടയിൽ നിന്ന് മേടിക്കുകയാണല്ലോ ഇതേപോലത്തെ പാക്കറ്റ്സ്, ഒരു 20 യൂറോ വേണം. 20 യൂറോ എന്ന് പറയുമ്പോൾ നമ്മളൊരു 2000 രൂപ അടുപ്പിച്ച് വരും. സോ എനിക്ക് ഇതിന് വെറും 290 രൂപ ആയുള്ളൂ. അപ്പം ഞാൻ ഇത് രണ്ടാമതൊന്നും ചിന്തിക്കാതെ എടുത്തൊരു സാധനമാണ്. സോ ഇതിന് നല്ല ഷെൽഫ് ലൈഫ് ഉള്ളതാണ്. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഇതേ കണ്ടോ, 2026 ഏപ്രിൽ വരെ ഉണ്ട്. അപ്പം ഞാനിത് ഒരെണ്ണം എന്തായാലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. സോ എനിക്കറിയില്ല നല്ലതാണോ എന്ന്. എനിവേ ഇവിടെ കിട്ടുന്നതിനേക്കാളും 100% നല്ലതാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ എടുത്തത്. ഇത് ഉണ്ടാക്കാൻ പാടൊന്നുമില്ല. ഒന്നിൽ ഇതിനകത്തൊരു അലൂമിനിയം ഫോയിലിനകത്താണ് ഈ ബിരിയാണി ഇരിക്കുന്നത്. അത് തുറന്നിട്ട് അത് പാൻ ഫ്രൈ ചെയ്യാം. ഒന്നിൽ 5 മിനിറ്റ് വരെ ഇളക്കി, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് 1 മുതൽ 2 മിനിറ്റ് വരെ ഇതെടുത്ത് പാത്രത്തിട്ടിട്ട് മൈക്രോവേവ് ചെയ്യാം. നമുക്കിവിടെ മൈക്രോവേവ് ഉണ്ട്, സോ നമ്മൾ മൈക്രോവേവ് ചെയ്യാമെന്ന് ചെയ്യുന്നത്. ഇനി അതില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അല്ലാതൊരു മൂന്നാമത്തെ മെത്തേഡുണ്ട്. അലുമിനിയം ഫോയിൽ തുറക്കാതെ കുറച്ച് ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാനായിട്ട്. സോ ആ ഒരു മെത്തേഡും നല്ലതാണ്, മൂന്നാമത്തെ മെത്തേഡ്. സോ നമുക്കിവിടെ മൈക്രോവേവ് ഉള്ളതുകൊണ്ട് നമ്മൾ മൈക്രോവേവ് ചെയ്യുന്നത്. സോ അതില്ലാത്തവർ പേടിക്കേണ്ട ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത് യൂറോപ്പിലൊക്കെ ഉള്ളവർക്കാണ് ഏറ്റവും ഒരു ഗുണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു ലൈഫ് സേവറാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഇളക്കാൻ പറ്റുന്നത് അത് പറിച്ച് കളയുക. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇത് പറിച്ച് കളയുമ്പോൾ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത്രയുമാണ് ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണിക്ക്. ഇതിനകത്ത് എന്തും കൂടെ കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനതിന് നോക്കാം. ഇതാണ് സാധനം. അവരുടെ ഒരു ബ്രോഷറാണ് ഇത്രയും സാധനങ്ങൾ അവൈലബിൾ ആണെന്നുള്ളത്. കണ്ടോ, ഒരു പേപ്പറുണ്ട് ടേസ്റ്റി നിബിൾസിൻ്റെ. സോ ഇത് അവർ ഉണ്ടാക്കിയേക്കുന്നതും ഇതുപോലുള്ള യൂറോപ്പ് പോലുള്ള സ്ഥലത്തിന് വേണ്ടിയാണ്. പ്രോഡക്റ്റ് ഫുഡ് ഡേറ്റ്, ഇതുണ്ടാക്കിയ ഡേറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് 2024 10-ാം മാസം ഉണ്ടാക്കിയ സാധനം ഇത്രയും നാൾ ഇരിക്കുന്നത് ആലോചിക്കണം. പക്ഷേ ഇത് അറിയില്ല, എനിക്ക് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഇത് സേഫാണെന്നാണ് പറയാറ്. സോ എനിവേ ഇതങ്ങനെ സേഫാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് കറക്റ്റ് ഉത്തരം പറയാനൊന്നും അറിയത്തില്ല. ബട്ട് നമുക്ക് ഇടയ്ക്ക് വിശന്നിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ എനിക്ക് ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാനോ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഈ ഒരു ഓപ്ഷൻ നല്ലതല്ലേ. ഇതാണ് ഞാൻ കട്ട് ചെയ്തപ്പോൾ ആ അലുമിനിയം ഫോയിലിനകത്തിരിക്കുന്ന ബിരിയാണി ഞാൻ അതിനകത്തൊരു കട്ട് ചെയ്താണ്. ബീഫ് ബിരിയാണി
ഒരു പോർഷൻ, ഇത്രയും പോർഷനാണ് ഉള്ളത്. ഇതാണ് നമ്മൾ എടുത്ത ബിരിയാണി. സോ ബീഫുണ്ടോ ഇരിക്കുന്നത്. സോ ഇത് നമുക്കിതേ മൈക്രോവേവിനകത്ത് കൊണ്ടുവന്ന് കുറച്ച് സമയം വെക്കാം. ഓക്കെ, ഞാൻ ആ ടൈം കൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി എടുക്കുമായിരുന്നു, കുറച്ച് തണുത്ത വെള്ളം. അങ്ങനെ വെള്ളമൊക്കെ എടുത്തു. ഇപ്പോൾ ഒരു 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഞാനിത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ജസ്റ്റ് നോർമൽ ഒരു സ്ഥലത്താണ്. അത് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ ഇവർ പറയുന്നില്ല. ഞാൻ നോർമലായിട്ടുള്ളൊരു സ്പേസിലാണ്, നമ്മൾ സ്റ്റോർ പോലത്തെ ഒരു നോർമൽ സ്പേസിലാണ് വെച്ചിരുന്നത്. സോ അത് ഞാൻ ഇതുവരെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. സോ നമുക്ക് നോക്കാം, എന്തായാലും കഴിച്ചിട്ടും ഞാൻ പറയാം. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. പോക്കർ നല്ലോണം പറക്കുന്നുണ്ട്, ആ മണവും ഉണ്ട്. പക്ഷെ അതൊന്ന് കട്ടയായിട്ടിരിക്കുകയാണ്. സോ ഞാനൊന്ന് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു, ഒരു സ്പൂണിട്ട്. ഓക്കെ, സോ ഇത് ചൂടായിട്ടില്ല നല്ലപോലെ. ഒന്നുകൂടെ ഒന്ന് ചൂടാക്കണം. അവരങ്ങനെ പ്രോസസ്സ് ചെയ്ത് വെച്ചേക്കും. പക്ഷെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നല്ലോണം പിരിന്ന് വരുന്നുണ്ട് കേട്ടോ. സോ അതങ്ങനെ പ്രോസസ്സ് ചെയ്ത് വെച്ചത് കൊണ്ടാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഞാനങ്ങനെ കുറ്റമൊന്നും പറയത്തില്ല അതിന്. കാരണം അതുകൊണ്ടല്ലേ നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നത്. സോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കംപ്ലീറ്റ് ആവും ചൂടാക്കാൻ വെക്കുവാണ്. സോ മസാലയൊക്കെ ഉണ്ട്. ഓക്കെ, യാ, ഓൾമോസ്റ്റ് നമ്മൾ നല്ലോണം ഇളക്കി. ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. പക്ഷേ എന്നാലും ഓക്കെയാണ്, ഇറ്റ്സ് ഫൈൻ. ഞാനതൊരു ഓവറായിട്ട് പറയത്തില്ല. ബിക്കോസ് ഞാൻ ബിരിയാണി പൊതുവെ കുറച്ചേ കഴിക്കാറുള്ളൂ. എനിക്ക് കുറച്ച് കഴിക്കുമ്പോഴേക്കും മത്ത് പിടിക്കും. പക്ഷെ ഒരാൾക്ക് കഴിക്കാനുള്ളതുണ്ട്. ഇതിലുണ്ടല്ലോ നല്ല വേണം ഇങ്ങനെ ടപ്പ് ടപ്പെന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാൻ പറ്റുമായിരിക്കും ചിലപ്പം. ഇതേ ആ ബിരിയാണി ഉണ്ടോ. സോ ബീഫൊക്കെ നല്ല കുക്കാണ്, നല്ല ചൂടുണ്ട്. സോ ഞാനൊരു ചെറിയ പീസ് എടുത്ത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നല്ല മണമുണ്ട്, ബിരിയാണിൻ്റെ മണമുണ്ട്, ഫ്ലേവറും എല്ലാം. പൊതുവേ ആ ഒരു ലുക്ക് വെച്ചും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇറ്റ്സ് ഗുഡ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നാട്ടിൽ നിന്ന് കഴിക്കുന്നൊരു ബിരിയാണിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇറ്റ്സ് കൊള്ളാം എന്തായാലും. ആ നെയ്യുടെയൊക്കെ ഫ്ലേവറുണ്ട് നല്ലോണം. സോ ഇതൊരു വർത്തി ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, എൻ്റെ ബീഫൊക്കെ നല്ല കുക്കായിട്ടുള്ള ബീഫാണ്. അപ്പം അതേ ബിരിയാണിയൊക്കെ തിന്നതേ പാത്രം കാലിയാക്കിയിട്ടേ കണ്ടില്ലേ. അത്രയ്ക്ക് നല്ലതായിരുന്നു. ഇറ്റ് ഈസ് ഗുഡ്. നമ്മുടെ നാടൊക്കെ മിസ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതൊരു നല്ല ഓപ്ഷനാണ്.